നമുക്ക് ഇറച്ചി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് ഞാനിവിടെ 500 ഗ്രാം ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഉലുവയും കായവും പൊടിച്ചതെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/2 ടീസ്പൂൺ ഗരം മസാല വേണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. 2 കുടം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വേണം. ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ കടുക്, കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക്. നമുക്ക് ഇനി ഇതിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പുരട്ടി മിക്സ് ചെയ്ത് ഇറച്ചി ഒന്ന് പകുതി വേവിച്ചെടുക്കണം. ആദ്യം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. അല്പം മുളക് പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഇറച്ചിക്ക് വേവ് കുറവായതുകൊണ്ട് ഞാൻ സാധാരണ ഒരു പാത്രത്തിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇത് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. പകുതി വെന്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇപ്പോൾ കറി അടപ്പത്ത് വെച്ചിട്ട് 10 മിനിറ്റോളായി. അപ്പോൾ ഈ കറിയിൽ നിന്ന്, ഈ ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഈ ഇറച്ചി ഒരു 5 മിനിറ്റ് തുറന്നിട്ട് വേവിക്കാം. ഈ വെള്ളം ശരിക്ക് വറ്റണം. അതുവരെ നമുക്കിതൊന്ന് തുറന്നിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചിയിലെ വെള്ളമൊക്കെ വറ്റി ഇറച്ചി പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറച്ചിയെ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ബീഫ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ദിവസം നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ അച്ചാറ് തയ്യാറാക്കാം. അതിന് ആദ്യം നമുക്ക് കടുകിടാം. നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി
ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വഴന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ നന്നായി കുറച്ച് വയ്ക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കായവും പൊടിച്ചത് ചേർക്കാം. നമുക്ക് വിനാഗിരി ചേർക്കാം. ചേർത്ത് മിക്സായി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കുകയാണെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്താൽ മതി. പിന്നെ എരിവും പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇറച്ചി അച്ചാർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.